നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 ജൂലൈ മാസത്തെ ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കുക. ഉത്രട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മീനക്കൂറാണ്. ഭദ്രായോഗം ചെയ്ത് 4-ാം ഭാവത്തിൽ സർവേശ്വര ബുധൻ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ 5-ാം ഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്നുണ്ട്. ദൈവാധീനം നല്ല രീതിയിലുണ്ട്. അതേപോലെ പഞ്ചമഹാപുരുഷത്തിലെ ഭദ്രയോഗമുണ്ട്. നിവർത്തി സ്ഥാനാധിപതി ബലവാനായി നിൽക്കുന്ന കാരണം എന്തിനിറങ്ങി പുറപ്പെട്ടാലും അതിലൊക്കെ വിജയം നേടാനായിട്ട് യോഗമുള്ള സമയമാണ്. കുടുംബ സംബന്ധമായിരിക്കുന്ന സുഖം അനുഭവിക്കാനായിട്ട് യോഗമുള്ള സമയമാണ്. എന്നാൽ ഭാഗ്യാധിപതി സഹായ സ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് സഹായികളായിരിക്കുന്ന വ്യക്തികൾ മുഖാന്തരം ഭാഗ്യം അനുഭവിക്കാൻ യോഗമുണ്ടെങ്കിലും ആ സഹായ സ്ഥാനാധിപതി ശത്രുസ്ഥാനത്ത് പോയിട്ട് ക്ഷുദ്രകാരകനായിരിക്കുന്ന കേതുവിനോട് യോഗം ചെയ്ത് നിൽക്കുന്ന കാരണമുണ്ട് സഹായികൾക്ക് നമ്മളിൽ നിന്നും ഭാഗ്യം അനുഭവിക്കാൻ സാധിക്കുകയും സഹായിക്കേണ്ട വ്യക്തികൾ, സഹായികൾ, സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ ഇങ്ങനെയുള്ളവരുടെ ഭാഗത്തു നിന്നുള്ള ശത്രുദോഷത്തിൻ്റെ ദുരിതം നമ്മൾ അനുഭവിക്കാൻ ഇടവരികയും ചെയ്യും. ഇങ്ങനെ ചെറിയൊരു ദോഷം ജാതകവശാൽ ഉണ്ടെങ്കിലും ഭദ്രായോഗം ദൈവാധീനത്തെ വർദ്ധിപ്പിക്കും. കർമാധിപതി 5-ായ മനസ്സിന് ഇഷ്ടപ്പെട്ട തൊഴിൽ കിട്ടും. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക്, അതായത് ഗവൺമെൻറ്റിൽ ജോലിക്ക് വേണ്ടിയിട്ട് PSC ഒക്കെ എഴുതി കാത്തിരിക്കുന്നവരെ സംബന്ധിച്ച് നിയമനം കിട്ടാനായിട്ട് യോഗമുള്ളൊരു സമയമാണ്. ഇടയ്ക്കിടയ്ക്ക് മാനസികമായിട്ട് കുറച്ച് ടെൻഷൻ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ 10 രൂപ കൈ കിട്ടിയ 20 രൂപ ചെലവ് വരുന്നൊരു സമയമാണ്. കാൽപാദത്തിന് വേദന ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ ഗ്യാസ്ട്രിക് പോലുള്ള രോഗങ്ങൾ, ഉദര സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് യോഗമുണ്ട്. ബാക്കിയുള്ള രീതിയിലൊക്കെ ലഗ്നത്തിൽ ശനി നിൽക്കുമ്പോൾ കുറച്ച് അലസത, നിരാശ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വർദ്ധിക്കും. പ്രത്യേകിച്ച് കണ്ടകശനിയാണ്. അപ്പോൾ അലസത, നിരാശ ഉണ്ടാകുന്നത് ഉത്സാഹം വർദ്ധിക്കുകയും വളരെ ആക്റ്റീവായി പ്രവർത്തിയെടുക്കുകയും ചെയ്തിട്ട് അതിന് പ്രതിഫലം കിട്ടുന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കിട്ടാതെ ഇരിക്കുന്ന സമയത്ത് നിരാശ ഉണ്ടാകുന്നത് അത് കണ്ടകശനിയുടെ ഒരു ദോഷത്തിൻ്റെ ഫലമായിട്ടാണ്. അതുകൊണ്ട് അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് മുടങ്ങാതെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ 12-ലാണ് രാഹു. അപ്പോൾ രാഹു 12-ാം ഭാവത്തിൽ നിന്നിട്ടുണ്ടെങ്കിൽ ചെലവ് വർദ്ധിപ്പിക്കുക, അതുപോലെ തന്നെ സ്ഥാനചലനം വരുത്തുക, കാൽപാദത്തിന് വേദന ഉണ്ടാക്കുക, ഇങ്ങനെയുള്ള കുറച്ച് തടസ്സങ്ങൾ, ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ. അത് മാത്രമല്ല 5-ാം ഭാവാധിപതിയോട് ചേർന്ന് കളത്രകാരകനായിരിക്കുന്ന ശുക്രൻ നിൽക്കുന്ന എന്തെങ്കിലും പ്രേമബന്ധം പോലെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഇടയ്ക്ക് വെച്ചിട്ട് ബ്ലോക്ക് വരുന്ന ഒരു സാധ്യത, ഇടയ്ക്കിടയ്ക്ക് അല്ലെങ്കിൽ ചെറിയ പ്രശ്നങ്ങൾ അതിൽ ഈ ബന്ധങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യത. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ്. എന്നാൽ ദാമ്പത്യ സംബന്ധമായിട്ട് ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ നല്ല ബന്ധത്തിൽ മുന്നോട്ട് പോകാനുള്ള യോഗം തന്നെയാണുള്ളത്. കാരണം എന്താണ്? ബുധൻ അവിടെ ബലവാനാണ്. അതായത് 7-ാം ഭാവാധിപതി ബലവാനാണ്. മാത്രമല്ല കളത്രകാരകനായിരിക്കുന്ന ശുക്രൻ ശരഭായോഗം ചെയ്തിട്ട് ലഗ്നാല് 6-ലാണ് നിൽക്കുന്നതെങ്കിലും യോഗകാരകത്വം വഹിച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ ദാമ്പത്യ സംബന്ധമായിട്ട് പ്രശ്നമില്ല. പക്ഷേ കാമുകന്മാരുമായി ബന്ധപ്പെട്ടിട്ട് ഇടയ്ക്ക് ബ്രേക്കപ്പ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഇതിന് പരിഹാരം ആയിക്കൊണ്ട് ദേവീക്ഷേത്രത്തിൽ ഗുരുതി പുഷ്പാഞ്ജലി, നെയ്വിളക്ക് മുതലായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്യുക. എന്തായാലും ശത്രുക്ഷേത്രത്തിലാണ് ഭാഗ്യാധിപതിയായിരിക്കുന്ന ചൊവ്വ പോയി നിൽക്കുന്നതെങ്കിലും സഹായികളിൽ നിന്നും ഗുണം ചില സമയത്ത് നമുക്ക് അനുഭവിക്കാനായിട്ടുള്ള യോഗം ഉണ്ടെങ്കിലും ശ്രദ്ധിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.